അതുപോലെ ഇവിടെ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ഉണ്ട്? ഇവിടെ എന്ത് കഴിക്കാൻ? മസാല ദോശ. എനിക്ക് 6 പൊറോട്ട, ഇവിടെ ഒരു 4 പൊറോട്ട. എക്സ്ക്യൂസ് മീ, കറി ഐറ്റംസ് എന്തെല്ലാം ഉണ്ട്? മട്ടൻ കറി ഉണ്ട്. ചിക്കൻ കറി ഇല്ലേ? ഇല്ല. ഉണ്ടല്ലോ. ഈ മുട്ടക്കറിയോ? ഇല്ല. ഉണ്ട്. ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു റെസ്റ്റോറൻറ്റ് പോവുകയാണ്. ഇവിടുത്തെ ഇന്ത്യൻ അല്ല, മെയിനായിട്ട് കേരള ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഒരു റെസ്റ്റോറൻ്റാണ്. ആരോമ എന്നാണ്, ന്യൂ ജേഴ്സിയിലാണ് ഉള്ളത്. നമുക്ക് ബഫേ ആണ്. ഇപ്പം സൺഡേ ആണ് കേട്ടോ ഇന്ന്. അപ്പോൾ എന്തായാലും നമ്മൾ പോകുമ്പോൾ ആ ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇതെനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കുറേ പേര് കമൻറ്റ് ചെയ്ത് തന്നതാണ്, കേരള ഫുഡ് കിട്ടുന്ന ഒരു അടിപൊളി റെസ്റ്റോറൻ്റ് ആണ് എന്നുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് നോക്കാം. അങ്ങനെ അമേരിക്കയിലെ നമ്മുടെ മലയാളി ഭക്ഷണമൊക്കെ കിട്ടുന്ന കടകൾ തേടിയുള്ള യാത്രയിലെ ഒരു ദിവസമാണ് ഇന്ന്. അപ്പോൾ ഇത് ന്യൂജേഴ്സിയിലെ വാറൻ എന്ന് പറയുന്ന സ്ഥലത്ത് ആരോമ എന്ന് പറയുന്ന റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇൻട്രോ ഒക്കെ എടുക്കുമ്പോൾ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. പക്ഷേ പോയി ഒരു 5 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഭയങ്കര മഴ. നല്ല മഴ എന്ന് പറഞ്ഞാൽ റോഡൊന്നും കാണുന്നേ ഇല്ല. ഞങ്ങൾ എന്തിനാ ഇന്ന് വന്നേന്ന് തോന്നിപ്പോയ രീതിയിലുള്ള മഴയായിരുന്നു കേട്ടോ. കാരണം ഡ്രൈവിങ്ങും വിസിബിലിറ്റി ഒട്ടും ഇല്ലായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ വെച്ച കാല് പുറകോട്ടില്ല എന്ന് പറഞ്ഞ പോലെ അങ്ങോട്ട് മുന്നോട്ട് തന്നെ പോയി. ഇനി തിരിച്ചു പോകുന്നത് മഴയത്താണ്. അപ്പോൾ പിന്നെ എന്തായാലും മഴയത്തങ്ങ് ഇറങ്ങിയതല്ലേ, അങ്ങ് എത്തി കഴിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഈ ഒരു മഴയത്ത് പോകുമ്പോൾ ഒരു രസമല്ലേ കാണാൻ. ആ പച്ചപ്പ് കുറച്ച് എക്സ്ട്രാ ആയിരിക്കും. നമ്മൾക്ക് നോർമൽ ദിവസത്തിനേക്കാളും മഴ വീണ ദിവസങ്ങളിലൊക്കെ ചെടികൾക്കൊക്കെ ശരിക്കും ഒരു പ്രത്യേക ഭംഗിയായിരിക്കും അല്ലേ. അപ്പോൾ ഈ മഴയൊക്കെ ആസ്വദിച്ച് നമ്മൾക്ക് ഇനി റെസ്റ്റോറൻറ്റ് എത്തിയിട്ട് കാണാം. അപ്പോഴത്തേക്ക് മഴ നിൽക്കുമെന്ന് വിചാരിക്കണം. നമ്മളപ്പോൾ അതേ ആരോമ റെസ്റ്റോറൻറ്റിൽ എത്തി. നല്ല ദൂരം ഉണ്ട് കേട്ടോ നമ്മുടെ ഇവിടെ നിന്ന്. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പം അകത്ത് പോയിട്ട് നോക്കാം. നമ്മൾ ഓൾറെഡി തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, വിളിച്ചിട്ട് റിസർവ് ചെയ്യണം. സാറ്റർഡേ സൺഡേ ഒക്കെ ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരിക്കും. താങ്ക് യു. പിന്നെ ഇവിടെ മലയാളികൾ മാത്രമൊന്നുമല്ല, പല ആളുകൾ, അതായത് ഇവിടുത്തെ അമേരിക്കൻസ് വരെ അവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതേ നേരിട്ട് ഇങ്ങോട്ട് വന്നു. ഇപ്പോൾ ഇവിടെ വടയും പഴംപൊരിയൊക്കെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് എന്തായാലും ഇതിൽ നിന്ന് തന്നെ തുടങ്ങാം. ഉഴുന്നുവടയും പഴംപൊരിയും. വടയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ചട്നിയും അതേപോലെ തന്നെ സാമ്പാറും ഉണ്ടായിരുന്നു സൈഡിൽ. പിന്നെ ചിക്കൻ കട്ട്ലറ്റ് ഉണ്ടായിരുന്നു, അതുപോലെ ചില്ലി ചിക്കൻ ഉണ്ടായിരുന്നു. അടുത്തത് തട്ടുകട ചിക്കൻ ഫ്രൈ ആയിരുന്നു. ഇവിടെ കൂടുതലും നോൺ വെജ് ഐറ്റംസ് ആണ് കണ്ടത്. പിന്നെ ചിക്കൻ ബിരിയാണി. ഇതിപ്പം മലയാളികളല്ലാത്തവർ വരുവാണെങ്കിൽ അവർക്കും കൂടെ എന്തെങ്കിലും വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സ്റ്റൈലിലാണ്. നമ്മുടെ കേരള സ്റ്റൈൽ ബിരിയാണി അല്ല, നല്ല ചിക്കൻ ദം ബിരിയാണി. പിന്നെ നമ്മൾക്ക് പൊറോട്ട ഉണ്ടായിരുന്നു, അതുപോലെ അപ്പവും തേങ്ങാപ്പാലും ഉണ്ട്. ഇത് പിന്നെ നാനും ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ. തേങ്ങാപ്പാലാണെന്ന് താഴെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ആദ്യം ഞാനത് കണ്ടില്ല. ഞാൻ ഓർത്തു ഇതെന്താ അപ്പത്തിൻ്റെ അടുത്ത് തന്നെ അപ്പത്തിൻ്റെ ബാറ്റർ വെച്ചിരിക്കുന്നതെന്നായിരുന്നു വിചാരിച്ചത്. പിന്നെയാണ് മനസ്സിലായത് അത് തേങ്ങാപ്പാലാണ്, അല്ലാതെ മാവല്ല എന്നുള്ളത്. അപ്പം നമ്മുടെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് ഉണ്ടാക്കുന്നുണ്ടല്ലോ, കള്ളപ്പം പോലെ, ആ ഒരു ടൈപ്പിലുള്ള അപ്പമായിരുന്നു. പിന്നെ അതേ മുട്ടക്കറി ഉണ്ട്. അവർ മുട്ട ഇങ്ങനെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ചിക്കൻ ടിക്ക, അതുപോലെ ബട്ടർ ചിക്കൻ, അങ്ങനത്തെ കറികളും ഉണ്ടായിരുന്നു. പിന്നെ ഈ സൈഡിലോട്ട് മൊത്തം നമ്മുടെ നാടൻ ഐറ്റംസാണ്. വറുത്തരച്ച ചിക്കൻ കറി, പിന്നെ നെത്തിലി മീനിൻ്റെ ഫ്രൈ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ നല്ല നാടൻ മീൻ കറി ഉണ്ടായിരുന്നു. അതേപോലെ ഡക്ക് റോസ്റ്റ്, പിന്നെ ചിക്കൻ്റെ ലിവർ ഉണ്ടല്ലോ അത്, പിന്നെ സീ ഫുഡ് മിക്സ് എന്ന് പറഞ്ഞിട്ടാണ് അപ്പുറത്ത് കണ്ടത്. ജസ്റ്റ് ഒരു തോരൻ പോലെ എന്തൊക്കെയോ മീൻ കൊണ്ട് ഉണ്ടാക്കിയിരിക്കാൻ തോന്നുന്നു. പിന്നെ ഇവിടെ പുളിശ്ശേരി ഉണ്ട്, അതുപോലെ കപ്പ, ചോറ്, ക്യാബേജ് തോരൻ, പിന്നെ അവിയൽ, എരിശ്ശേരി, അതുപോലെ വാഴക്കയുടെ ഒരു തോരൻ, പിന്നെ നമ്മൾക്ക് ബീൻസ് തോരൻ, ക്യാരറ്റ് തോരൻ, ബീട്രൂട്ട് തോരൻ, പിന്നെ എന്തായിരുന്നു, ചക്ക ഉണ്ടല്ലോ, ഇടിച്ചക്ക തോരൻ, പിന്നെ അങ്ങനെ എന്തൊക്കെയോ കുറേ തോരൻ, ഉരുളക്കിഴങ്ങിൻ്റെ കറി, അതൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ സൈഡ് ഡിഷ് പോലെ, മെഴുക്ക് പുരട്ടി, പിന്നെ പനീർ ബട്ടർ മസാലയും, അതുപോലെ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള കുറച്ച് 2 ഗ്രേവീസൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇത്രയും നോക്കി നടന്നത് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ എന്തെങ്കിലും കറി ഉണ്ടെന്നായിരുന്നു. അവസാനം ഞാൻ പനീർ കറി തന്നെ എടുത്തു. അവർ മുട്ടക്കറി വെക്കുന്നതിൻ്റെ ഒപ്പം ഒരു ഇച്ചിരി കടലക്കറിയോ എന്തെങ്കിലും വെച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. തേങ്ങാപ്പാൽ സാധാരണ വെക്കുന്നതുകൊണ്ടായിരിക്കും വേറെ കറിയൊന്നും വെക്കാണ്ടിരുന്നത്. എനിക്ക് തേങ്ങാപ്പാലിനോട് വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷേ കഴിക്കുന്നേ ഉള്ളൂ. ഒന്നും കിട്ടിയില്ലെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിക്കും. അപ്പോൾ പിന്നെ സംഭാരമുണ്ട്, പിന്നെ പപ്പടം, പിന്നെ സാലഡ് ഐറ്റംസൊക്കെ കുറച്ച് വെജീസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അച്ചാറ്. പിന്നെ പാനിപ്പൂരി ഇഷ്ടമുള്ളവരാണെങ്കിൽ അവർക്കായിട്ട് പാനിപ്പൂരിയും അതിൻ്റെ ആ സോസസ് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ സ്വീറ്റിൽ
മറ്റേ ബ്രെഡ് കൊണ്ട് നമ്മളൊരു സംഭവം ഉണ്ടാക്കില്ലേ, ഷാഹി തുക്കട എന്ന് പറഞ്ഞത്, അങ്ങനത്തെ. പിന്നെ രസമലായി ആയിരുന്നു. പിന്നെ നമ്മുടെ നാടൻ പായസം ഐറ്റംസ്, അടപ്രഥമനും പരിപ്പ് പ്രഥമനും പിന്നെ പാൽപ്പായസം ഒക്കെ ആയിരുന്നു. അതിനുശേഷം സമോസയും കടലക്കറിയും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതിനകത്ത് നിന്ന് കുറച്ച് കടലക്കറി എടുത്തു, അതെങ്കിലും കൂട്ടിയിട്ടൊന്ന് അപ്പം കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം സമോസയുടെ കൂടെ എന്തായാലും കഴിക്കില്ല. പിന്നെ അതേ തേങ്ങാപ്പാലും എടുത്തിട്ടുണ്ടായിരുന്നു. തേങ്ങാപ്പാൽ ജാനൂട്ടിക്ക് ഭയങ്കര ഇഷ്ടമായി. ജാനൂട്ടി അത് ചായ എന്ന് പറഞ്ഞിട്ട് കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല തേങ്ങാപ്പാൽ തന്നെ ആയിരുന്നു ഇവിടുത്തെ. എന്നുവെച്ചാൽ ചിലത് അത്ര നന്നായിട്ടുണ്ടാവില്ല. ഇപ്പം ഫ്രഷ് തേങ്ങാപ്പാലാണെങ്കിൽ ഒരു ചെറുതായിട്ടിങ്ങനെ തേങ്ങയുടെ ഒരു വാടിയ പോലെ അല്ലെങ്കിൽ കേടുവന്ന പോലത്തെ ഒക്കെ ഒരു ഫീൽ ഉണ്ടാവും. പക്ഷേ ഇത് നല്ലതായിരുന്നു. ആവശ്യത്തിന് ഇങ്ങനെ ഏലക്കായും അതൊക്കെ ഇട്ട് പൊടിച്ചിട്ടുള്ള ഒരു തേങ്ങാപ്പാലായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഊണ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നു. അപ്പം കപ്പ എടുത്തു. കപ്പയ്ക്ക് അവിടെ മീൻ കറിയാണ് ഉള്ളത്. എനിക്ക് പിന്നെ കപ്പ ചുമ്മാ ചോറിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിലും കുഴപ്പമില്ല, ഇഷ്ടമാണ്. പിന്നെ പുളിശ്ശേരി നല്ലതായിരുന്നു, നല്ല പുളി ഉണ്ടായിരുന്നു. ഈ ചോറും കറികളൊക്കെ വിളമ്പാനായിട്ട് ഈ പ്ലേറ്റിൽ ശരിക്കും പറഞ്ഞാൽ സ്ഥലം തികയില്ല, അത്രയും വിഭവങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ചോറും കുറച്ച് അതിൻ്റെ മേലെ കൂടെ തന്നെ എല്ലാ സംഭവങ്ങളും ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇട്ടതാണ്. അങ്ങനെ ഒരു പ്ലേറ്റ് നിറച്ച് സാധനങ്ങളുണ്ട്. ചോറ് കാണാനില്ല, മൊത്തം കറികളാണ്. പക്ഷേ ചോറും എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഈ റെസ്റ്റോറൻറ്റുകളിലൊക്കെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ചോറ് ഒട്ടും വെന്തിട്ടുണ്ടാവില്ല. എന്ന് വെച്ചാൽ എനിക്ക് വേവാത്ത ചോറാണ് ആക്ച്വലി ഇഷ്ടം, പക്ഷെ അതിലും വേവ് കുറവാണ് ഈ റെസ്റ്റോറൻറ്റുകളിലൊക്കെ ഉണ്ടായിരുന്ന ചോറുകൾ. അതുകൊണ്ട് എനിക്കത് കറിയൊക്കെ ഒഴിച്ച് കഴിക്കുമ്പോൾ ഒരു ആസ്വദിച്ച് കഴിക്കാൻ പറ്റില്ല. പിന്നെ വിക്കിക്ക് ചിക്കൻ ഫ്രൈയും പൊറോട്ടയും അവൻ ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ക്യാബേജ് തോരൻ, ബീട്രൂട്ട് തോരൻ അല്ല ബീൻസ്, ബീട്രൂട്ട്, പപ്പടം, ക്യാരറ്റ്, അവിയലുണ്ട്, എരിശ്ശേരി, ചോറിന് കപ്പയുണ്ട്, പപ്പടം. അപ്പം അങ്ങനെ നമ്മൾ എന്തായാലും അത്യാവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ എടുത്തിരുന്ന് ഇനി കഴിക്കുകയാണ്. അതുപോലെ ഏട്ടൻ മീൻ കറി, മീൻ ഫ്രൈയും അതുപോലെ വേറെ എന്തായിരുന്നു ചിക്കൻ്റെ ഐറ്റംസൊക്കെ എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് എല്ലാം കൂടെ വീഡിയോ എടുത്ത് കവർ ചെയ്യാൻ പറ്റിയില്ല, കാരണം ഫുഡിലോട്ട് എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്തതുകൊണ്ട് ഇത്രയൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. എന്തായാലും അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കല്ലേ, ക്യൂ നിൽക്കായിരുന്നു. ഇപ്പോഴെന്തേ വെളിയിലൊക്കെ എല്ലാവരും ക്യൂ നിൽക്കുകയാണ്. നല്ല തിരക്കായതുകൊണ്ട് തന്നെ ഞാൻ ക്യാമറ ഇവിടെയാണെന്ന് വിചാരിച്ചിട്ട് ഇടയ്ക്ക് ഇങ്ങോട്ട് നോക്കുന്നത്. ക്യാമറ അല്ല, ഇത് ലെൻസ്. എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ കേരള ഭക്ഷണം മിസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് ജസ്റ്റ് കഴിച്ചിട്ട് പോവാം. ചോറ്, കറി, പുളിശ്ശേരി, അതുപോലെ ഒരുപാട് അങ്ങനത്തെ നാടൻ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ നോൺ വെജൊക്കെ കഴിക്കുന്നവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരള ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇവിടെ വന്ന് കഴിക്കാം. നോൺ വെജ് കഴിക്കുന്ന ഒരു മലയാളിക്ക് വരാൻ പറ്റിയൊരു കട തന്നെയാണ് എന്തായാലും. അതും വീക്കെൻഡിൽ വേണം വരാൻ കേട്ടോ. വീക്കെൻഡിലാണ് ഈ കേരള ഐറ്റംസ്. അപ്പം വീക്കെൻഡ് മാത്രമാണ് ഇവിടെ ഉള്ളത്. അന്വേഷിച്ചപ്പം അങ്ങനെയാണ് അറിഞ്ഞത്. ബാക്കിയുള്ള ദിവസങ്ങളിലൊന്നും ഇല്ല. പിന്നെ ബഫേ ആയതുകൊണ്ട് തന്നെ കേരള ഐറ്റംസ് ഉണ്ടാവും. പിന്നെ അതുപോലെ നമ്മൾക്ക് പാഴ്സൽ വേണമെങ്കിൽ നമ്മൾക്ക് അത് നേരത്തെ തന്നെ വിളിച്ച് ബുക്ക് ചെയ്യാം. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഒരു വൺ ടൈം വന്ന് നമ്മളുടെ ഒരു നാടൻ ഭക്ഷണം മിസ് ചെയ്യുകയാണെങ്കിൽ വന്ന് കഴിക്കാൻ പറ്റിയൊരു സ്പോട്ട് തന്നെയാണിത്. അപ്പോൾ വരാത്തവരോ അല്ലെങ്കിൽ ഇങ്ങനെ നാടൻ ഭക്ഷണം മിസ് ചെയ്യുന്നവർക്കൊക്കെ വേണമെങ്കിൽ ഏതെങ്കിലും ഒരു വീക്കെൻഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ ഫുഡ് വ്ളോഗായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇവിടെ വരെ കണ്ടതിൽ. ബൈ.